രജനികാന്ത് ഹായ്. റോബിനേട്ടാ ഹായ്. അരുൾ ജ്യോതി ദിനേശേട്ടാ ഹായ്. അപ്പു തമിഴ് ഹായ്. മണി വിജയ് ഹായ്. മായാണ്ടി രാം ഹായ്. നിയാസ് ഹായ്. കുട്ടാ സുഖമല്ലേ? പാട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. രജനികാന്ത് ഹലോ. கலைசெல்வம் ஹலோ. அனிதா கலைசெல்வம் எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? ஹலோ ஃப்ரெண்ட்ஸ் ப்ளீஸ். ஹலோ டிയർ. രാജേഷ് ഹായ്. എന്താ മോളെ വൈകി ഏട്ടാ? ഒന്ന് വൈകി. ഉച്ചയ്ക്ക് ലൈവിൽ വന്നില്ല ഏട്ടാ, ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട്. പളനിசாமி எப்படி இருக்கிறீங்க? சாப்பிட்டீங்களா? என்ன பண்றீங்க? ഗുഡ് ഓക്കെ. പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയും. ചൈന പോയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് പറവ ഡ്രസ്. ഹലോ അല്ല 45. ഞാൻ പോവാ, വേറെ ലൈവ് ഉണ്ട്. പോയിട്ട് വരിക കേട്ടോ റോബിനേട്ടാ. സന്തോഷം. ഇന്നൊരു ഹായ്. പ്രകാശൻ മോഹൻ രാജ് സത്യത്തിൽ നിനക്ക് വട്ടമാണ്. കുറച്ച് പള്ളി. ഹലോ ഹലോ നമസ്കാരം ഏട്ടാ. കമൽ പി ജെ ഏട്ടാ നമസ്കാരം. ബാബേട്ടാ ഹായ്. എന്താ വിശേഷങ്ങൾ പറയൂ. സുഖമായിരിക്കുന്നു. മഴയൊന്നും ഇല്ല. അവിടെ മഴയുണ്ടോ? എന്താണ് പിന്നെ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചു. രാധേട്ടാ നമസ്കാരം. മുരുകൻ ഡാർലിംഗ് പറയൂ. ഇസ്മയിൽ ഹായ്. രാജേഷ് 45 ആണ്. 45 വയസ്സായി. എന്തിനാ മോളെ മൂടെ പോകുന്നു? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഉണ്ടാട്ടാ. വണക്കം മേഡം. വണക്കം പളനിசாமி. சாப்பிட்டீங்களா? മുഹമ്മദ് ഹായ് ഫ്രണ്ട്സ്. ഹലോ മുഹമ്മദ് ഏട്ടാ. ജിതിൻ മുരുകൻ യുവർ ഡ്രസ് നൈസ്. താങ്ക് യു. വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലേ? ഫുൾ ടൈം ഫോണിലാണല്ലോ. രാജേഷ് ഏട്ടാ എങ്ങനെയത് ഫുൾ ടൈം ആവുക? അനു ഇവിടെ നല്ല മഴ. ഇവിടെ ഇല്ല ഏട്ടാ മഴ. തരാൻ പറ്റുമോ? ഹായ് ഹൗ ആർ യു മോഹൻ ഏട്ടാ. ഓക്കെ നമസ്കാരം ബിനീഷ് ഏട്ടാ. 26 ഞാൻ പറഞ്ഞില്ല 45 45 വയസ്സായി. പളനിசாமி പാലക്കാട്. ദേവതേ ഇളവരസി അനിതപ്പാ. എന്താ മേഡം? இரவு வணக்கம். പളനിசாമി ഹായ്. ഇരുട്ടിലാണോ കുട്ടി? ഇല്ലേട്ടാ വെളിച്ചത്തിലാണേ. നാസറേട്ടാ. ഫുഡ് കഴിച്ചേട്ടാ. ലോകനാഥൻ ഹായ്. ബ്യൂട്ടി മുരുകൻ ആനന്ദ ഹായ്. ഡാർലിംഗ് ഹൗ ആർ യു? ഫൈൻ. അനിത ഹൗ ആർ യു? ഫൈൻ. മോളെ 45 വയസ്സ്. എനിക്ക് ഏട്ടാ 33 കഴിഞ്ഞു. 11 കൊല്ലം കൂടി കഴിഞ്ഞാൽ 45 വയസ്സാകും. പളനിசாமി ചിക്കൻ റൈസ്. അതല്ലേ നമ്പർ തരുമോന്ന് ആർക്കും കൊടുത്തിട്ടില്ല ഏട്ടാ. ഹലോ ഹായ്. എത്ര വർഷം കഴിഞ്ഞു ആണ് 45 വയസ്സ്? ഇപ്പോഴാണ് 45 വയസ്സ്. ഡ്രസ് സൂപ്പർ. താങ്ക് യു. എന്താണ് ജീവി ഉണ്ട്, അത് തീർന്നു. അതല്ലേ ലിജു ഏട്ടാ? ആകെ കൂടി 1.5 GB ഉണ്ട്, അത് തീർന്നു അല്ലേ? അതെന്നെ. മൂർത്തി ഹനിത അക്ക സാപ്പിട്ടീங்களா? എടോ വാര്യരെ എനിക്ക് ഇവിടെ നെറ്റ് പ്രോബ്ലം ആണ്. അതല്ലേ? അയ്യോ ലിജു ഏട്ടനെ എവിടെ? കുറെ ദിവസം കണ്ടില്ലല്ലോ. മാരേജ് ആയാലേ? 39 ആയി. മാരേജ് ആയില്ലേ? ഞാൻ പറഞ്ഞത് 45 ആണ് ഏട്ടാ. വീഡിയോ എല്ലാം സൂപ്പർ. താങ്ക് യു ഏട്ടാ. താങ്ക് യു. ഞാന് വിശ്വസിക്കില്ല. സത്യമായിട്ടാ പറയണത്. 45 വയസ്സായി. 37 വയസ്സേ ഉള്ളൂ. അതാ ഇല്ല 45. തമിഴ് സോങ് പാടുறீங்க. മണി ഹായ്. ഗുഡ് നൈറ്റ്. ഡ്രസ് സൂപ്പർ. താങ്ക് യു. ഇന്നാണോ 45 ആയത്? ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ലവ് യു. നീങ്ക സൂപ്പർ. ഗുഡ് നൈറ്റ്. വേറെന്താ പറയുന്നത്? 37-കാരി സുന്ദരി. 37-കാരി. യെസ്. പിന്നെ ഗുഡ് നൈറ്റ്.
ഒരേടി മലയാളം സോങ് സൂപ്പർ നൈസ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്. ഹായ് ഹണി, ഹൗ ആർ യു? അയ്യോ തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. സെന്തിൽ കുമാർ ഹായ്, 34 വയസ്സ്. കോയമ്പത്തൂരില് എങ്ക ഡിയർ. നാസറേട്ടാ ഹായ് ഏട്ടാ. സുബിൻ ഹായ്, ഇപ്പോൾ 31 വയസ്സ് ഫുള്ളായി. 30 വയസ്സ് എന്തതിന്ന് വയസ്സിന്റെ ആണല്ലോ ഭഗവാനെ പോകുന്നത്. സതീഷ് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കോട്ടെ, പാവല്ലേ. കമൽ ഗുഡ് നൈറ്റ്. ഭക്ഷണം കഴിച്ചോ? ഗുഡ് നൈറ്റ്. ഹലോ അനിത, സുഖാണോ? സുഖമായിരിക്കുന്നു ചേട്ടനേട്ടാ. ഫുഡൊക്കെ കഴിച്ചോ? 39 അവിടെ നായർക്ക് ഉണ്ടോ? അതല്ലേ, ഇല്ല ഏട്ടാ, ഇവിടെ അങ്ങനെ ഇല്ല ഏട്ടാ. ഭാസ്കർ ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ് ഹായ് ബംഗ്ലാദേശ്. പറയുന്ന ഉടുപ്പൊക്കെ ഉണ്ടല്ലോ, പറക്കുന്ന ഉടുപ്പ്. പറക്കുന്നത് ഇതൊന്നുണ്ട് ഏട്ടാ, നന്നായിട്ടുണ്ട് ഏട്ടാ. മഴ കേരളത്തിൽ പെയ്താൽ കോയമ്പത്തൂർ തണുപ്പാണ്. അതന്നെ കറക്റ്റ്. കുട്ടി സുഖമാണോ? സുഖമായിരിക്കുന്നു സതീഷ് ഏട്ടാ. ഹായ് അനിത. രാജു ഹായ്. മണി ഹായ്. 26 ഉള്ളൂ. 45 നാസറേട്ടാ. എന്താട്ടാ പറയുന്നത്? പിന്നെ 33 വയസ്സിന് മുകളിൽ ഉണ്ടാകില്ല. പിന്നെ പറയരുത്, നുണ പറയരുതെന്നാണോ? മൂർത്തി ആർ യു സിംഗിൾ? ആഹാ, സിംഗിളാ. എവിടെ സിംഗിള്? യു ആർ ഫ്രം കേരള. ആനന്ദ് ബ്ലോക്ക്. കോസ്റ്റ്യൂംസ് എല്ലാം എനിക്ക് അയക്കരുത് കേട്ടോ. പാട്ട് പാടുവോ പ്ലീസ്? പാടാലോ. എന്താ വരാൻ വൈകിയത്? ചാർജ് ഉണ്ടായിരുന്നില്ല, ചാർജർ കുത്തി വെച്ചിട്ട്. ഫുഡൊക്കെ കഴിച്ചു. എല്ലാരും ഫുഡ് കഴിച്ചാ? ചിത്രപ്പണികൾ ഉള്ള കുപ്പായം അനിതക്കുട്ടി ഒന്നുകൂടി തിളങ്ങി നന്നായിട്ടുണ്ടല്ലേ. ചിത്രപ്പണി ഉണ്ടോ? അതിന് ചിത്രപ്പണിയൊന്നും ഇല്ല. ഒരു എന്താ പറയാ, നൈറ്റ് ഡ്രസ് ആണ്. അയ്യോ, അല്ലേലും എന്റെ കമന്റ് മുക്കുമെന്നു. അയ്യോ അച്ചു, ഇല്ല അച്ചു. നമസ്കാരം അച്ചു. എവിടെയാണ്? മഴയുണ്ടോ? കുട്ടി എവിടെ? ഉറങ്ങിയോ? ഫുഡ് എന്താണ് സ്പെഷ്യല്? പറയാ അച്ചു. സെന്തിൽ കുമാർ എന്നെ മറന്നു അച്ചു. എന്നെ മറന്നു സെന്തിൽ കുമാർ. ഗോപി അപ്പൊ ഞാന് ഇളയത്, എനിക്ക് 40. അതന്നെ. പിന്നെ നമ്മള് ഒരു റെസ്പെക്ട് കൊടുക്കുന്നു മാത്രം എല്ലാവർക്കും. ഏട്ടാന്ന് വിളിക്കുന്നത്. 45 വയസ്സാണ്. സമാധാനമായില്ലേ? ബർത്ത്ഡേ എന്നാണ്? ബർത്ത്ഡേ അല്ലേ? എപ്പോഴാണ് ബർത്ത്ഡേ? സെപ്റ്റംബർ 24. 28 വയസ്സായിട്ടുള്ളൂ. വരണേ അന്വേഷിക്കുന്നുണ്ട്. 28 വയസ്സായിട്ടുള്ളൂ. വരണേ അന്വേഷിക്കുന്നുണ്ട്. ആരാണത്? ബർത്ത്ഡേ ആണ്. ഹായ്. എന്താ ഗുഡ് നൈറ്റ്. നിങ്ങളുടെ ഡ്രസ് സൂപ്പർ. താങ്ക് യു ജയരാജ് ചേട്ടാ. നന്നായിട്ടുണ്ട് ഡ്രസ്. താങ്ക് യു ഏട്ടാ. കിച്ചു ഹായ്. ഹലോ, ഹൗ ആർ യു അനി? നൈസ് ഡ്രസ്. താങ്ക് യു രാജ്. നമസ്കാരം രാജ്. கோயம்புத்தூர் அனிதா மேடம். சொல்லுங்க പളനിസ്വാമി. സാപ്പിട്ടീங்களா? என்ன സാപ്പിട്ടീங்க? ഞാന് പിണങ്ങിയത് കൊണ്ട് വിളിക്കാഞ്ഞത്. അതെ രാജേഷ് ഏട്ടാ, ഉച്ചക്ക് വന്നില്ല ഏട്ടാ, വന്നില്ല. വയസ്സ് എത്രയെന്ന് പറയല്ല. അതാ ഞാൻ പറഞ്ഞു 45 വയസ്സാണ്. ശരി അനി ചേച്ചിയെ. ചേച്ചി സൂപ്പർ ലൈവ്. ഓക്കെ. സനിൽകുമാർ ഹായ്. മുത്തു ഹായ്. മുരുകേശൻ 1991. ഇത് എന്റെ ആണല്ലോ. ഗോപി അനിത ബ്യൂട്ടിഫുൾ പിക്ചർ സോങ്. വെരി നൈസ് പിക്ക്. വേഗം ഒന്ന് 45 50 ഒന്ന് 60 കിട്ടിയാൽ മതി എന്നടുപ്പം ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. 60 വയസ്സാണെങ്കിൽ നമുക്ക് മാസമായ പെൻഷൻ വാങ്ങിക്കാലോ. പെട്ടെന്ന് വേഗം ഒന്ന് ആയാൽ മതി. ഒരു 5 വർഷം വേഗം തള്ളി പോയാൽ 60 ആകുമ്പോ പെൻഷൻ വാങ്ങിക്കാം. വെറ്റിലിയും വാങ്ങി മുറുക്കി ഒരു മൂലയിൽ വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഉച്ചക്ക് കുറെ നേരം നോക്കി കണ്ടില്ല. അതെ സുരക്ഷിത വന്നില്ല കേട്ടാ. ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടോ? പിന്നെ എന്തിന്? എത്ര നേരമായി ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട്. കൊള്ളാം. അയ്യോ, ഒരു പാട്ട് എഴുതി വിടിയേട്ടാ. എന്താണ് ബിനീഷേട്ടാ? പിന്നെന്താണ് രഞ്ജിനീഷ?
രാജനീഷ് രാജേട്ടന് ഒരു സോങ് പാടി കൊടുക്കട്ടെ. സന്തോഷ് ഹവായി കഴിച്ചാനു കുട്ടി സ്മൈൽ. ഹായ് 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 പാട്ട് എഴുതി വിളിട്ടാ. രനീഷ് കുമാർ ഹലോ ഫ്രണ്ട്. സന്തോഷ് ഹായ് സന്തോഷ്. അരുൺ ഹലോ. 30 ஏஜ் தான் இருக்கும். ஆஹா மூர்த்தி அவனுக்கு 45 வயசு நம்புற மாதிரி சொல்லு. சீரியஸா 45 வயசு? அதான் விக்கி 45 வயசு. റോണി വർഗീസ് ഹായ്. ഫോട്ടോ ആൽബം സൂപ്പർ. താങ്ക് യു കമൽ വിജയ് വേണ്ട. വെരി ഗുഡ് ഡ്രസ്. താങ്ക് യു പലസമി. ഡേറ്റ് മാറ്റിയാൽ മതി, നാളെ പെൻഷൻ കിട്ടുമോ? ശരിയാ. ബിനീഷ് അല്ല, രജനീഷ്. ഓക്കെ രജനീഷ് ഏട്ടാ പാടാം കേട്ടോ. ജയേട്ടാ നമസ്കാരം. ജയേട്ടാ. അരുൺ പി അരുൺ ഫുഡ് കഴിച്ചേട്ടാ. എല്ലാരും ഫുഡൊക്കെ കഴിച്ചു. എന്താണ് പിന്നെ ഡേറ്റ് മാറ്റിയാൽ മതി അല്ലേ? വർഷം മാറ്റിയാൽ മതിയല്ലോ അല്ലേ? മഹേഷ് ഹായ്. എന്താ ഹൗ ആർ യു? ഫൈൻ. വിനോദ് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എനിക്ക് പെൻഷൻ വാങ്ങണം. നടക്കോ? ഗുഡ് വെരി ഗുഡ് സോങ്. മുത്തുമണി മാല എന്നെ തൊട്ട് തൊട്ട് താലാട്ട. സൊള്ളു ചേച്ചി, സൊള്ളു ചേച്ചി. നസ്രായിട്ട് പറയട്ടാ. ഏജ് അതന്നെ ഏജ് ഞാൻ പറഞ്ഞല്ലോ 45. ഇനി വയസ്സ് കണക്കാക്കുമ്പോൾ 5 വർഷം വെച്ച് കൂടിയാൽ മതി. അപ്പൊ പെട്ടെന്ന് ശരിയാ സുരേഷേട്ടാ പറഞ്ഞത്. അതെ പെട്ടെന്നൊന്ന് ആയി കിട്ടിയാൽ മതിയായിരുന്നു. മാസം 1000 രൂപ പെൻഷനും വാങ്ങി ഉണ്ടാണ്ടിരിക്ക. സൂപ്പർ സൂപ്പർ. താങ്ക് യു രാജൻ. രാജാ പ്രഭു എങ്കിങ് പോണീങ്ക ആളെ കാണുക. തമിഴ്നാട്. വിനോദ് എത്ര വയസ്സിൽ കല്യാണം? 19 വയസ്സ്. നാന് നമ്പവേ മാട്ടേൻ. ഉനക്ക് 28 தான். ഹായ് ജയേട്ടാ നമസ്കാരം. അതേ ആരാ പറഞ്ഞത് 28? നാന് നമ്പവേ മാട്ടേൻ. വിക്കിയാ? ശരി ഓക്കെ. நீங்க நம்பாதீங்க, அதான் உண்மை. வெரி குட் லைவ் சூப்பர் என்ஜாய்மெண்ட். വിനോദ് വർഗീസ്. പവിത്ര ഹായ്. മൂർത്തി സോങ് ഇല്ലടാ കഴിച്ചില്ല. ഇപ്പോൾ വന്നതേ ഉള്ളൂടാ കുട്ടി. അതല്ലേ കഴിച്ചില്ല അല്ലേ? ഓക്കെ ജയേട്ടാ. അനിതയ്ക്ക് 33 വയസ്സുണ്ട്. അതെന്നെ. വേലായുധൻ വേലു. ഓക്കെ കറക്റ്റായിട്ട് പറഞ്ഞു. ഉച്ചക്ക് കാത്തിരുന്നു അനു പറ്റിച്ചു. അയ്യോ പറ്റിച്ചില്ല ഏട്ടാ, വന്നില്ല. പൊന്നാമ്പൽ പുഴയിറങ്ങി നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ. വയസ്സ് കൂട്ടി പറഞ്ഞാൽ ആരും ബാഡ് കമാൻഡ് ഇടില്ല മോളെ. കൂട്ടി പറഞ്ഞാൽ അതന്നെയാണ്. 45 വയസ്സെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ അല്ലേ? അതാണ് 45 വയസ്സാണ്. ആരും ഒന്നും പറയരുത്. അമ്മുമ്മല്ല അമ്മ. ഫുഡ് കഴിച്ചോ? കഴിച്ചു സന്തോഷ്. വെരി ഗുഡ് ലൈഫ് സൂപ്പർ എൻജോയ്മെന്റ്. അതല്ലേ പറഞ്ഞ സമയം. മുഖം കണ്ടാൽ പറയില്ല 45 വയസ്സെന്ന് പറയില്ല അല്ലേ? പക്ഷെ എന്താ ചെയ്യാ, മുടിയൊക്കെ ഒന്ന് പെട്ടെന്ന് നരച്ചാ മതിയായിരുന്നു. തമിഴ് സോങ് അല്ല സൂപ്പർ. ഓക്കെ 1600 ആണ്. 1600 ആണെന്നാ. എന്താ സുരേഷ് ഏട്ടാ? ഹായ് അനിത. കണ്ടിട്ട് കുറെ ആയില്ലേ സുരേഷ് ഏട്ടാ? അതെ. കേശവൻ ഗുഡ് നൈറ്റ്. ടു മച്ച് ലവ് മാസം 1000 മതിയോ ജീവിക്കാൻ? പോരാ. വെറ്റിലയൊക്കെ വാങ്ങിക്കാലോ കേട്ടാ. വെറ്റില വാങ്ങണ്ടേ? ഞാൻ എന്തായാലും വയസ്സാകുമ്പോ വെറ്റില മുറുക്കും, ഉറപ്പാണ്. നേരം പോക്കേ. വെറ്റില വാങ്ങാൻ 1000 രൂപ മതിയല്ലോ കേട്ടാ. പിന്നെ 3 നേരം ചോറ് കുട്ടികൾ തരുമായിരിക്കും. തന്നാ വാങ്ങ.
ചോറ് 3 നേരം ഒന്നും വേണ്ട, 2 നേരം കിട്ടിയാൽ മതി. ഉച്ചക്ക് വേണ്ട, രാവിലെയും വൈകുന്നേരത്തും ചോറ് തന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു കഞ്ഞിയും കുറച്ച്, വൈകുന്നേരത്ത് കഞ്ഞി തന്നാൽ മതി. അതിന്റെ അടിയിലൊക്കെ ഈ വെറ്റില മുറുക്കിക്കിട്ടേ പോവാ. പാടുവോ കൊച്ചെ, പാടുവോ? ഇല്ല ഏട്ടാ, പാടൊന്നുമില്ല, വെറുതെ മൂളിപ്പാട്ടേട്ടാ. യോ ബിസി ബിസി. ഓക്കെ രാജ്. 1000 രൂപയല്ല പെൻഷൻ. 1600. 1600 ഉണ്ടാ? പിന്നെ എന്താ പ്രശ്നം? മതി, എനിക്ക് 600 രൂപ വെറ്റില വാങ്ങിക്കാൻ 1000 രൂപ ചെലവിന് മതി. അയ്യപ്പൻ ഗുഡ് നൈറ്റ്. എത്ര നേരമായി പാട്ട് പറഞ്ഞു? ഇപ്പൊ പാടിയല്ലോ, ഒന്നാമ്പൽ പുഴയിറങ്ങി. ആ പാട്ട് പാടിയല്ലോ ഇപ്പൊ. ദൈവമേ, കേട്ടില്ല. വയസ്സ് കൂടുന്തോറും തമാശകൾ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഉയൽ കൂടുന്തോറും ചായക്ക് കടുപ്പം കൂടും. അതല്ലേ, ഉയരം കൂടുന്തോറും ചായക്ക് കടുപ്പം കൂടും എന്നതുപോലെ. ശരിയാ. രാജ 34. അതെ രാജ. ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും നികിഷ്ടവുമായ സാധനം എന്താണ്? നാട് കടത്തുവാൻ ഇരിക്കുന്നതിന് മുമ്പ് ന്യായാധിപൻ കുറ്റവാളിയോട് ചോദിച്ചു, ഒരു ദിവസം സമയം തരാം, ഇതിന് ഉത്തരം ശരിയാണെങ്കിൽ രക്ഷപ്പെടാമെന്ന്. എന്താ പറയുന്നത്? ചോദിച്ചു, ഒരു ദിവസം സമയം തരാം, ഇതിന് ഉത്തരം ശരിയാണെങ്കിൽ. ശിശു അതിനുള്ളിൽ അത് പോയാ? ദൈവമേ. പിന്നീല ചന്ദനക്കിണ്ണം പൊന്നമടക്കായിൽ വീട്, കുഞ്ഞിലം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ. അങ്ങനെയല്ലേ പാട്ട്? പാട്ടെന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഏട്ടാ പോയേട്ടാ മെസ്സേജ്. ജയേട്ടന്റെ മെസ്സേജ് എവിടെ പോയി? മാറിപ്പോയാ? ദൈവം, ഇപ്പൊ തന്നെ ഞാൻ പാടിയത് വായിച്ചത് അതുക്കുള്ളിൽ പോയി. ഏട്ടാ ഒന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് ഇടിയേട്ടാ. പോയേട്ടാ. ഒരു രാത്രി കൂടി വിട വാങ്ങവേ. 4 വരി പാടണം. ഇതൊരു വരി അറിയുള്ളൂ ഏട്ടാ. സോറി, വയസ്സ് കാര്യത്തിൽ ഞാന് തലയിടാൻ ഇല്ല. ഓക്കെ ഏട്ടാ. ഒരു രാത്രി കൂടെ വിട വാങ്ങവേ. നല്ല പാട്ട്. എണീറ്റ് നിൽക്കും. ഉയരം നോക്കട്ടെ. ഉയരമൊക്കെ ഉണ്ട്. 5.7 ഉണ്ട്. ഉയരമൊക്കെ ഉണ്ട് കേട്ടാ. അത്യാവശ്യം നല്ല ഉയരമുണ്ട്. രാത്രി വിട വാങ്ങവേ. പിന്നെന്താണ് ഏട്ടാ നിൽക്കുന്നൊക്കെ പറഞ്ഞു. കാളിമൂർത്തി ഹായ് ഗുഡ് നൈറ്റ്. ഹായ് അനിത அக்கா யூடியூப் சேனல் இருக்கா உங்களுக்கு? இருக்குது மூர்த்தி. சும்மா வச்சிருக்கிறோன்னு மட்டும்தான். ഈ ഉടുപ്പ് എവിടെ നിന്ന് കിട്ടി? ടൗൺ ഹാൾ. പാട്ട് പോയി. എത്ര സമയം ഉണ്ടാവും? അതന്നെ, പാട്ടും പോയി, എല്ലാം പോയി. എന്താ അതിങ്ങനെ പെട്ടെന്ന് സ്പീഡായിട്ട് പോണു? ദൈവമേ. പിരിച്ചേട്ടന്റെ പാട്ട് പോയി ഏട്ടാ. പോയി. എന്റെ പാട്ട് പോയി. പാടില്ല എന്നാ പോയത്. പാട്ട് 4 വരി പാടി പ്ലീസ്. കല്യാണം ആലോചിക്കാനാണോ അതോ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്? അനിത കഴിച്ച ഗുരുവായൂരപ്പൻ. എന്നോട് എന്താണ് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിക്കാത്തത്? ഞാൻ കഴിച്ചു. ചോറ്, സാമ്പാർ, മത്തി, പിന്നെ ചക്ക പുഴുക്ക്. ഓക്കെ, സൂപ്പർ രാധേട്ടാ. ഭക്ഷണം ഞാൻ എല്ലാവരും ചോദിച്ചു കഴിച്ചോന്ന്. ഒരു രാത്രി കൂടി വിട വാങ്ങവേ. ഹലോ, സുഖാണോ? ഫുഡ് കഴിച്ചു ഏട്ടാ. അജിത് കുമാർ ഏട്ടാ. തിരുപ്പതി അനിത, ഐ ലവ് യുടാ. പാട് എഴുതിവിടി, പാട്ട് എഴുതിവിടി. ഹായ് ഡാർലിംഗ് ഗുഡ് നൈറ്റ്. ഉടുപ്പ് കാണാൻ സുന്ദരിയാണ്. അതല്ലേ ഉടുപ്പ്? ഇല്ലേ, ഉടുപ്പ് നല്ല ഭംഗിയുണ്ടതാ പറയുന്നത്. ഈ ലോകത്ത് തന്നെ പോയി നോക്കി എല്ലാം കാണുന്നുണ്ടല്ലോ. റിപ്ലൈ അടിച്ചു വെച്ചാലേ കാണുള്ളൂ.
ഏട്ടാ അത് ഒരുപാടുണ്ട് ഏട്ടാ. എനിക്ക് പിന്നെ ഞാൻ പിന്നെ വൈകുന്നേരം ദിവസം സമയം കുറ്റവാളിയോട് ചോദിച്ചു, ഒരു ദിവസം സമയം തരാം, ഇതിന് ഉത്തരം ശരിയാണെങ്കിൽ രക്ഷപ്പെടാമെന്ന് ന്യായാധിപൻ പറഞ്ഞു. വീട്ടിലെത്തിയ പ്രതി ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യ പറഞ്ഞു. അല്പം നേരം കഴിഞ്ഞു ഭാര്യ അയാളോട് പറഞ്ഞു, നിങ്ങൾ കുറ്റവാളിയാണെന്ന് വിധിക്കാൻ കാരണം നിങ്ങളുടെ സമൃദ്ധിമായ കളവ് പറഞ്ഞു ആളുകളുടെ പണം തട്ടിയത് നിങ്ങളുടെ നാവാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ വൃത്തികെട്ട സാധനം നാവാണ്. സത്യം പറയാനും നല്ലത് പറയാനും നിങ്ങളുടെ നാവ് ഉപയോഗിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. പിറ്റേ ദിവസം അയാൾ പറഞ്ഞു, ഈ ലോകത്തേക്ക് ഏറ്റവും വിശിഷ്ടവും നികിഷ്ടവും ഒരാളുടെ നാവ് തന്നെയാ. അയാളുടെ ഉത്തരം കേട്ട് ന്യായാധിപൻ അയാൾക്ക് മാപ്പ് കൊടുത്തു. അതുകൊണ്ട് സത്യം പറയാനും ആളുകളോട് സ്നേഹത്തോടെ പെരുമാറാനും നാവ് ഉപയോഗിക്കുക. ഈ കഥ ഞാൻ എവിടെയോ വായിച്ചതാണ്, ഞാൻ ഇവിടെ പങ്കുവെച്ചതാണ് ഡാ കുട്ടി. ഓക്കെ, സൂപ്പർ ഏട്ടാ, അടിപൊളി മെസ്സേജ് ഏട്ടാ, വേറെ ലെവല്. അവിടെ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോ? അല്ല ബാക്കി വെള്ളം കയറിയിട്ടും ഫുഡ് എനിക്ക് വരാനാണ്, എനിക്ക് വിശന്നിട്ടു മേല. മാങ്ങ അച്ചാറുണ്ട്, അങ്ങോട്ട് വന്നാട്ടെ. വരിയേട്ടാ, ഫുഡ് കഴിക്കേട്ടാ, വരിയേട്ടാ. എന്താണ്, ചോറുണ്ട്, രസമുണ്ട്, തക്കാളി രസമുണ്ട്, വാഴയ്ക്ക് ഉപ്പേരിയുണ്ട്. വരി കഴിക്കാം, ചൂടോടുള്ള ചോറുണ്ട്. അമ്മടി എവിടെ ഡോ അനിത പാട്. ഞാൻ പാടി ഏട്ടാ. കുട്ടി സുഖായിരിക്കുന്നു, സന്തോഷ്. ജയേട്ടാ സ്റ്റിക്കർ അയച്ചുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. ആ രാത്രി മഞ്ഞു പോയി സോങ് സോ സ്വീറ്റ്. മഞ്ഞു കൊണ്ടുപോയി എന്നാ പറയണത്, മഞ്ഞില് പോയി. എത്ര സമയം വൈകിട്ട് ലൈവ് ഉണ്ടാകും? 1 മണിക്കൂർ ഏട്ടാ. ദിനേശ് ഏട്ടാ. മൂർത്തി അക്ക ഉങ്ക ഏജ് എന്നെ 45. രാജീവേട്ടൻ ഗുഡ് നൈറ്റ്. ജയേട്ടാ നമസ്കാരം. അടുത്തത് ഹായ് ജയ നമസ്കാരം. ആരാണ് ജയേട്ടൻ? എവിടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് അത് പാടി തീർക്കുക. ചിരിക്കുന്നു. இன்னைக்கு நீ ரொம்ப 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 அழகா இருக்காங்க. ஜெயபிரகாஷ். தர்மராஜ் അനുവ് വണക്കം നമസ്കാരം. ജി.പി. ഏട്ടാ. ധർമ്മരാജ് ഗുഡ് നൈറ്റ്. അനു വണക്കം എന്ന് പറയുന്നു. അവിടെ പ്രകൃതി ഇപ്പോൾ എങ്ങനെയുണ്ട്? മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അവിടെ എങ്ങനെയാണ്? ഇവിടെ വെയിലാണ് ഏട്ടാ, നല്ല കാറ്റുണ്ട്. എന്തായാലും കാറ്റ്, ഞാനിവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്. ആ ഫാൻ അങ്ങനെ കറങ്ങില്ല, അത് വേറെ കാര്യം. വിനോദേട്ടാ ഹായ്. ഇപ്പോൾ വിതുര മീൻസ് ഒരു നല്ല പാട്ട്. ഉറക്കമില്ല, എന്റെ പാട്ട് മാത്രം കാണില്ല. അതെന്നെ. അയ്യോ ഇല്ല ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാണ്. പിന്നെന്താണ് അടുത്ത വരി? കൊടുവാളെടുത്ത്. വേണ്ട. കുട്ടികളൊക്കെ ഉറങ്ങിയേട്ടാ. കുട്ടികളൊക്കെ എവിടെ പോയി? കാണാനില്ലല്ലോ. ഉറങ്ങിയേട്ടാ. ഇതാ അന്നേരം എന്തോരം പഠിച്ചു എന്നല്ലേ. 10ാം ക്ലാസ് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അന്നമ്മോ നമ്മുടെ സാജനേട്ടൻ പിന്നെ ലൈവിൽ വന്നിട്ടില്ല. അതല്ലേ ഒന്ന് ചോദിക്കണം എന്തായാലും. മിസ്സിംഗ് കമന്റ് അനിത. അയ്യോ രാജ്, സോറി രാജ്. വായിച്ച കമന്റ് വീണ്ടും വായിക്കുന്നു. ഇല്ലേട്ടാ വിട്ട് കളി കേട്ടാ. ഹലോ രാജേഷ് ഏട്ടാ പറയും. വിനോദേട്ടാ ഹായ്. രാജേഷ് ഏട്ടാ. ഉദയേട്ടാ മണി എവിടെ? ഉറങ്ങി. സന്ദീപ് ഏട്ടാ ഗുഡ് നൈറ്റ്. അനീഷ് ഏട്ടാ 2 ചിറകും പറക്കുവാണല്ലോ. അതെ. ധർമ്മരാജ് യൂട്യൂബ് ചാനൽ അനിത പാലക്കാട്. ഹായ് അക്ക. മുരുകൻ സുരേഷ് കഴിച്ചോ? കഴിച്ചു. കുഞ്ഞേച്ചിക്ക് ചുരിദാർ മാറ്റിക്കൂടെ? വല്ല സാരിയും വല്ല എടുത്തുകൂടെ? കേരള സ്റ്റൈലില്. അതെ. ശരിയാ, പറഞ്ഞതൊക്കെ ശരിയാണ്. പൊട്ടി റീൽസ് ചെയ്യുന്ന നിനക്ക് പാട്ടറിയില്ല മേലെ. ഇതൊക്കെ കുഞ്ഞുടുപ്പാണോ? അല്ല കേട്ടാ, നല്ല എന്താണ് ഇറക്കും കേട്ടാ, ഫുള്ളാണ്. അറിയുന്ന പാട്ട് പാടിയാ മതി. ഓക്കെ. 45 ഏജ് தான். பட் இந்த ஸ்மைல்
28ന് പോയി சொல்லலாம் തപ്പില്ല. മുത്തുമണി തൂവൽ തരാം പാടിക്കോ. അതാ എന്റെ കുട്ടി മുത്തുമണി തൂവൽ തരാം. പിന്നെ ജയപ്രകാശ് കോവം, സാഗർ ബാല, അയ്യോ ആറുമുഖം, ജയപ്രകാശ് എന്നാച്ചില്ല. ധർമ്മരാജ് തമിഴ് സോങ് പ്ലീസ്. ഏതാ പാട്ട് പാടാം? വെജ് ഫുഡ്. വെജ് ഫുഡ് രാജ്. രസം വൈറ്റ് റൈസ്. മെസ്സേജ് പോകുന്നു. ഇവിടെ നെറ്റ് ലോഡ് ആവുന്നില്ല. ഒരുപാട് പറയുന്നുണ്ട്. എന്തായാലും സങ്കടമൊക്കെ ബാക്കിയുള്ളവരുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ നല്ല സമാധാനം കിട്ടും. ഇവിടെ നെറ്റ് വരും പോകും, ഇടയ്ക്ക് വീഡിയോ കാണും, ഇടയ്ക്ക് വീഡിയോ ഓഫായി പോകുന്നു കുഞ്ഞേച്ചി. ഇതൊക്കെ പറയുന്നു നെറ്റ് കുരിശേ. അതന്നെ ലിജോട്ടാ നെറ്റില്ലല്ലേ. എന്താ ഒരു തിളക്കം. സന്തോഷേട്ടാ തിളക്കം പൊട്ടാണ്. എന്താണ് ബിനിഷേട്ട ടാറ്റ പറയണത്? ഹായ് രാധേട്ടാ ജയേട്ടാ, പാട്ട് സൂപ്പർ. അതെല്ലേ, എന്നാൽ ശരി, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. എന്താ എല്ലാരും ഇങ്ങനെ പോകുന്നു? അങ്ങനെ പോകരുത് കേട്ടോ, പാവല്ലേ ചേച്ചി. രാജേഷ് ഗുഡ് നൈറ്റ്. കരിങ്കാളിയല്ലേ രാജേഷ് ഏട്ടാ, ഹായ്. നെറ്റ് അനിത ഹായ്. ഊണ് കഴിച്ചു ഏട്ടാ. കാജേട്ടാ ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടി. അയ്യോ എന്റെ കുട്ടി എത്ര മെസ്സേജ് ഇജ്ജ് മുക്കി. അയ്യോ നാരായണേട്ട, ഞാൻ ഏട്ടാ ജയേട്ടാ കാണുന്നില്ല. ഹായ് എന്താ ഡിയർ. ഫാസ്റ്റ് ആയിട്ട് പോണേ. എങ്ക ഉയിർ എങ്ങ ഊർക്ക് വരയാ. എങ്ക ഗോപാലകൃഷ്ണൻ കന്നഡ ഇല്ല, പാട്ട് പാടിയില്ല. അത് പാട്ടൊന്ന് മെൻഷൻ ചെയ്ത് ഇടിയേട്ടാ. പോയേട്ടാ. ടുഡേ ഡിന്നർ എന്നെ സ്പെഷ്യലി സാപ്പാട്, തക്കാളി രസം, വാഴയ്ക്കനെ ഇവിടെ വാഴയ്ക്കന്നെ പറയാം. വാഴയ്ക്ക പൊരിയൽ. പറഞ്ഞാൽ വിശ്വസിക്കില്ല, പറ്റില്ല, വയസ്സ്. അതല്ലേ, വിശ്വസിച്ചാലേ പറ്റൂ. മുത്തുമണി തൂവൽ തരാൻ അല്ല, മലരം അമ്പൽ തരാം. എന്റെ പേര് രജനീഷ് എന്നാണ്. ഓക്കെ. അനിതാ സുന്ദരി സൂപ്പർ. ഓക്കെ. കുറേ ദിവസമായി നിന്നോട് സംസാരിച്ചിട്ട്. നീ ഓരോ ദിവസം ഓരോ സമയത്ത് വരുന്നത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതല്ലേ ജെപി ഏട്ടാ, ഞാൻ ഉച്ചയ്ക്ക് വന്നില്ല ഏട്ടാ. സ്വീറ്റ് വോയിസ് അനിത, താങ്ക് യു. ഹായ്, സുഖാണോ? സുഖായിരിക്കുന്നു. മെസ്സേജ് മുക്കിയാൽ ഞാൻ വെള്ളം ഇറക്കും. കുട്ടി കൺമണി അൻപോട് കാതലൻ നാനിങ്ക സൗഖ്യമേ. അങ്ങനെയാണോ? എനിക്ക് വയ്യ. രാജ് വിച്ച് കോളേജ്? ലുക്കിംഗ് ലൈക്ക് കോളേജ് ഗേൾ. എനിക്ക് വയ്യ. പാട്ട് ഒരെണ്ണം കൂടി. അതേലെ, പാടാ. തിളങ്ങുന്ന പൊട്ടല്ല മനസ്സാണ്. ആണല്ലേ? വേറെ ലെവല് സന്തോഷം. സുഖമാണോ? പെരിയോനേ എന്തോ പാട്ട്. എന്നാൽ ശരി, പോകുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. എപ്പോഴേക്ക് പോണു? ഇരിക്കില്ല അതേട്ടാ. എന്താ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ടില്ല. അമ്പാടി സൂപ്പർ. എന്റെ എല്ലാ മെസ്സേജും മുക്കുന്നു, അതാണ് കാരണം ഞാൻ പോകുന്നു. ഇല്ല. എന്താ കൊച്ചേ എന്റെ മെസ്സേജ് കാണാത്തത് പോകുന്നത്? കഷ്ടാണ്. ഇവിടെ കറണ്ട് പോയി, മഴയും വന്നു, പാട്ടും പാടും. ഞാൻ വായിച്ചു കേട്ടാ, വായിച്ചു. മോഹൻദാസ് ഏട്ടാ ഞാൻ വായിച്ചു. കുഞ്ഞു വിനായക എവിടെ? ഉറങ്ങിയേട്ടാ. ഒരു ഹായ്. ഓ ജിതിനേട്ടാ ഹായ്. പാടൂ പാട്ടു പാടി ഉറക്കാഞ്ഞ താമര പൂമ്പൈതലേ കേട്ടു ഉറങ്ങി കരളിൻ്റെ കാതലേ.
നിന്റെ ശരി അടിപൊളിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു കേട്ടാ. സെന്തിൽ കുമാർ, ഗുഡ് നൈറ്റ്, നൈസ് ലൈവ് വീഡിയോ, ഐ ലൈക്ക്. ഓക്കെ, സാപ്ടെ. അയ്യോടാ, വെള്ളം തന്നെയാണോടാ അനിക്കുട്ടി? ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കൂന്നാണോ? വെള്ളം തന്നെയാണോ പറഞ്ഞത്? അല്ലേ, വെള്ളം എന്നല്ലേ പറഞ്ഞത്? വെള്ളം തന്നെയാണോ? ദൈവം, അത് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ തപ്പിയിട്ട് കാര്യമില്ല, അത് പോയി. ഇവിടെ നിക്കണില്ല, മെസ്സേജ് ഒന്നും നിക്കണില്ല. ഗഫൂറേട്ടാ ഹായ്. ഹായ് ഹായ്. ആരോ എനിക്കൊരു ഹായ് തരുമോ? പിന്നെന്താ ഏട്ടാ രജനീഷ് ഏട്ടാ, എനിക്കൊരു ഹായ് തരുമോ? നല്ല വോയിസ് രജനീഷ് ഏട്ടാ. ശുഭരാത്രി മണി ഏട്ടൻ. ഞാൻ വന്നിട്ട് എന്താ എത്ര നേരമായി? ഓ, ഇതൊക്കെയുള്ള അരമണിക്കൂറായാ. ലവ് യു ടു ബേബി തമിഴ് സെന്തിൽ മണിയണ്ട. ശുഭരാത്രി. ഓക്കെ. ശിവഗണേഷ് ഹായ് ഹായ്. ശ്രീകാന്ത് ലവ് യു. ശരി, പിന്നെ ഇപ്പൊ ഞാൻ പോകട്ടോളെ. പോണു പറഞ്ഞ ഇവിടെ ആരാ ഇരിക്കുന്നത്? എന്താണ് ഒന്നും അറിയുന്നില്ല. ഫുൾ ഒന്നുമേ ഇല്ല. നാഗരാജ് ഹായ് മാം. എന്താ നായി കുറയ്ക്കുന്നു? ഗുഡ് നൈറ്റ്. നീ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചു കേട്ടാ, ചോറ് കഴിച്ചു. നല്ല ചൂടായിട്ടുള്ള ചോറും രസം ഉണ്ടായിരുന്നു, കഴിച്ചു. ഞാൻ പോകുന്നില്ല, ഇരിക്കുന്നു. ഹായ്. ഇനി സുഖമാണോ? അനു സുഖമായിരിക്കുന്നു. കമൽ വിജയമേട്ട. ശ്രീകാന്ത് ലവ് യു. ഹലോ സുനിൽ ഹായ്. ശ്രീകാന്ത് ലവ് യു. ലവ് യു മുത്തേ, ലവ് യു. നീ എന്ത് പറഞ്ഞാലും ലവ് യു. അക്ക വെരി ഗുഡ് ഡോഗ്. உங்களுக்கு எல்லாம் வேற வேலை இல்லை, കൊതിപ്പിക്കാതെ. ലവ് യു. ഹായ് ബേബി. തക്കാളി രസം അടിപൊളിയാ. ഇവിടുത്തെ സ്റ്റൈല്, തമിഴ്നാട് സ്റ്റൈൽ തക്കാളി രസം സൂപ്പർ ആയിരിക്കും. എന്നായിരുന്നു കറി തക്കാളി രസം. നോ രാജ്, ഇവിടെ ഒന്നുമില്ല, കാറ്റ്. ശ്രീകാന്ത് ലവ് യു. കുമാർ ഹായ്. അനിത ലവ് യു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഓക്കെ മുഹമ്മദ് ഏട്ടാ, ലവ് യു ബേബി. ഗുഡ് മോർണിംഗ്, ഐ ലവ് യു. അവനോടും മിണ്ടാതിരിക്കാൻ പറ. ഇതല്ലേ മിണ്ടാതിരിക്കട്ടാ, കൊലക്കല്ലേ പറഞ്ഞു. കല്യാണത്തേനില കായ്ക്കാത്ത പാലില. ഗുഡ് മോർണിംഗ് സുരേഷ് ഏട്ടാ. ഹായ് സുരേഷ് ഏട്ടാ. ഡോഗ് രസം ഇഷ്ടമാണ് അതല്ലേ? കേരള ഫുഡാണോ? കേരള ഫുഡ് ആണോ എങ്കിൽ ഞാൻ ഇതാ വരുന്നു. ഇല്ലേട്ടാ, തമിഴ്നാട് സ്റ്റൈല് രസം ചോറ് സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ. ഇപ്പോൾ പഴയ ലൈഫ് മാതിരി അല്ല. ആദ്യമൊക്കെ എല്ലാ വിശേഷങ്ങളും അന്വേഷിച്ചിരുന്നു. ഇപ്പൊ വെറും മെസ്സേജ് വായിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ. ഇല്ല, അങ്ങനെയല്ലടാ, ആദ്യം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ല. വെറും 2 വാക്കുകളേ ഉള്ളൂ. നമ്മുടെ കമന്റ് വായിക്കുന്നില്ല. അയ്യോ ഗഫൂറട്ടാ, സ്നേഹിച്ചിട്ട് നഷ്ടപ്പെടുത്തിയത് വിധി, സ്നേഹിച്ചും സ്വന്തമാക്കുന്നത് ഭാഗ്യം. സ്വന്തമാകില്ല എന്ന് അറിഞ്ഞിട്ടും സ്നേഹിക്കുന്ന നിഷ്കളങ്കമായ സ്നേഹമാണ് അനിക്കുട്ടി. ഓ, വേറെ ലെവല് മെസ്സേജൊക്കെ. ഓ, വായിക്കാൻ പറ്റിയ മെസ്സേജുകളാണ്. ഉങ്ക ലൈവുക്ക് വരുത് உங்களுக்கு இஷ்டம் இல்லையா പോലെ മൈ മെസ്സേജ് നോ റെസ്പോൺസ്, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. എന്താണ് സന്തോഷ് നിറയെ ഫ്രണ്ട്സ്മാരുടെ മെസ്സേജുകൾ ഇങ്ങനെ കാണും. എല്ലാം മിസ്സായിരിച്ചു, സോറി. തക്കാളി രസം മാത്രമേ ഉള്ളായിരുന്നോ? വാഴയ്ക്ക് ഉപ്പേരി ഉണ്ടേട്ടാ. ബേബി ലവ് യു, ലവ് യു. ഞാൻ 2 പാട്ട് എഴുതി വായിച്ചില്ല. അത് 2 പാട്ടാ? അതെങ്ങനെ സംഭവിച്ചു? അച്ചു ചിരിക്കുന്നു.
അയ്യോ വെരി ഗുഡ് ഡ്രസ്. സതീഷ് ഹായ്. ഡാ അച്ചൂസേ നമസ്കാരം. അനു അവിടെ അടുത്ത് മലയാളികൾ പിന്നെ മലയാളികളെ ഉള്ളു ഇവിടെ. വിജയം കേട്ടാ. സെന്തിൽ കുമാർ ഹായ് ബേബി അനിത ഗുഡ് നൈറ്റ്. നിന്റെ മുടി പുറകോട്ട് ഇട്. സൂപ്പർ ആണോ? ഈ വാട്സപ്പ് ഡയലോഗ് ഇവിടെ നിന്ന് കിട്ടി. വാട്സപ്പ് ഡയലോഗാ. ഗുഡ് പ്ലേസ് ആണോ പള്ളിസ്വാമി? ഓക്കെ ഗുഡ് ബൈ. ഇടവേ ഇടുവോ? ഇടില്ല എന്ന് ഞാൻ പറയും. ഹായ് നല്ല കാറ്റ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ കാറ്റ്. എന്താ ഇത്? മഴയൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സേ. നോക്കൂ റോഡൊക്കെ നോക്കൂ എങ്ങനെ ഇരിക്കണമെന്ന്. മഴ പെയ്തിട്ടേ ഇല്ല. മഴ പെയ്ത് 2-3 ദിവസമായി. ഹായ് അനിത. ടാൻ്റെ കുട്ടി ഇജ്ജ് മുടി വിചാരിച്ചു. ഓക്കെ ഏട്ടാ തൊട്ട് പോകരുത്. തൊടുന്നില്ല. പള്ളിസ്വാമി രമേശ്. കാറ്റുണ്ട് നല്ല കാറ്റാണ് കേട്ടോ. റോഡ് കണ്ടോ എത്ര നായ്ക്കുട്ടികളാണ് നിറയുണ്ട്. ഇവിടെ ഒരാളൊക്കെ ബ്ലാക്ക് മുത്തുകളാണ്. എന്റെ പൊന്ന് ജ്യൂസ് ഇജ്ജ് തന്നെ പറയണം. രാത്രികാലം കഴിച്ച കാറ്റുണ്ട്. എവിടെയാ? നല്ല കാറ്റാണ്. കാറ്റാടി തണലും തണലത്തരം. അതിനെ മുടി പുറകോട്ട് ഇട്ട് എന്നിട്ട് ഒന്ന് കാണണം. അതെന്താ അത്? എപ്പോഴും മുടിയൊക്കെ പിറകിലും ഉള്ളിലൊക്കെ തന്നെയാണ്. ഓ ഓയ് നമ്മ പറഞ്ഞ കേക്കോ? ഉള്ളിൽ നിറയെ അനുവിന്റെ ഫ്രണ്ട്സ് ആണല്ലോ. അതേട്ടാ ഓയ് കടവുളി. ഡോഗുകളുടെ ശല്യം താങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത്? റോഡും കാറ്റും മഴയും ഒക്കെ. പിന്നെ എന്താ ചെയ്യേട്ടാ? ഡോഗ് എടാ പുറകോട്ട് ഇട് പ്ലീസ്. എന്താ ഏട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? ഉറക്കം വരുന്നു, ഞാൻ പോണു. ഗുഡ് നൈറ്റ്. ഓക്കെ ഡാ എൻ്റെ കുട്ടി ഇജ്ജ് തൊട്ട് പോകരുത് മുടി. താഴെ കാണുന്ന ആ വീട് ആരുടെ വാടകയ്ക്ക് കിട്ടുമോ? അവിടെ ബോർഡ് ഇട്ട് വെച്ചിട്ടുണ്ടാ ഉണ്ട്. മോളത്തെ വീട് കാലിയായിട്ടുണ്ട്. വെൽക്കം രാജേഷ് ഹായ്. സൂപ്പർ. മോളിലെ വീടാണ് എന്തായാലും സെയിം ആയിട്ടുള്ളത്. ഇതായി ഞാൻ കാണിച്ചിട്ടോളെ. ആ വീടാണ് കാലിയായിട്ടിരിക്കുന്നത്. റൂം കേട്ടോ. ഈ കണ്ടില്ലേ? ഇത് കാണുന്നുണ്ടോ റൂം? റൂമാണ് കാലിയായിരിക്കുന്നത്. മോളിലാണ് കേട്ടോ. റോഡ് താഴെയാ. ഓക്കെ എന്താ പറ്റി? ശരൺ രാം ഹായ്. പള്ളിസ്വാമി 4 സന്ദീപ്. അനുവിനെ വിളിക്കുന്ന ഫ്രണ്ട്സ് ഒന്ന് പോയി നോക്ക്. അനുവിനെ വിളിക്കുന്നു. അത് അവിടെയല്ലേ പോയിരിക്കുന്നത്? ഡോഗിന്റെ കാര്യത്തില്. ഡോഗ്സ് ഡോൺ അനിത. ഇനി പാട്ട് എഴുതില്ല. അതാ സത്യം. മനഃപൂർവ്വം ഞാൻ കണ്ടില്ല. മനഃപൂർവ്വം അല്ല കേട്ടോ. ഏട്ടാ ബിനീഷ് ഏട്ടാ കണ്ടില്ല ഏട്ടാ. അനിത പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം കാജേട്ടാ. സുഖല്ലേ? ചൂടല്ലേടാ ചൂസേ. ഗണപതി ഹായ്. സൗമി റിംഗ്
റിംഗ് അല്ല, സ്റ്റഡ്സ് ആണ്. വെരി ബ്യൂട്ടിഫുൾ. ശരൺ റാം. ഇവിടെ നിന്ന് എന്തിനാ മാറുന്നത്? ഞാൻ മാറുന്നില്ല, ഇതന്നെയാണ്. അന്ന് അല്ല, ആന്നോ ഞാനും വരും. ആന്നോ ഞാനും വരും. എന്തോ മുടി ഒന്ന് പുറകോട്ട് ഇടടോ. അതാ ചേച്ചി പാലക്കാട് എവിടെയാ? നൈസ് ഡ്രസ്. എത്രയാണ് ആ റൂമിന് വാടക? ഒരു 5000-6000 രൂപ ഉണ്ടാവും. 5500-6000 രൂപ ഉണ്ടാവും. പോയി. ശ്രീ മുരുകൻ. അനിത തമിഴ് സോങ് പ്ലീസ്. ഫാമിലിയാണ് കേട്ടോ, കൊടുക്കുള്ളൂ. എന്റെ മെസ്സേജ് മനഃപൂർവ്വം വായിക്കുന്നില്ല. അതാ ഇല്ല ബിനീഷേട്ടാ, മെസ്സേജ് ഇട്ടാലും ഒരേ ഹായ് പോലും തരില്ല. അതാ പ്രവീൺ ഏട്ടാ, ബാബു ഏട്ടാ ഹായ്. പ്രവീൺ ബാബു ഏട്ടാ ഹായ്. ബാലാജി ഹായ്. ശരൺ നൈസ് ലുക്ക് ആൻഡ് ഐസ്. താങ്ക് യു, താങ്ക് യു. വൈറ്റ് സ്പെഷ്യൽ ഡേ. കുട്ടി ഇജ്ജ് തൊട്ടാൽ മുടി തൊട്ട് മുടിയിൽ പോകരുത്. അതന്നെ എനിക്ക് വയ്യ, ചിരി വരുന്നു. മണി സിസ്റ്റർ ശുഭരാത്രി. കമൽ വിജയ കണ്ട പോവാണോ? എങ്ങനെ ഉണ്ടായിട്ടാ? പിന്നെ മോഹൻ കുമാർ ഗുഡ് നൈറ്റ്. എത്ര നേരമായി പറയുന്നു മുടി പുറകോട്ടിടാൻ, എന്നിട്ട് മെയിൻ്റെ ഇല്ല. കൊള്ളാം. ശ്രീ മുരുകൻ. അനിത എന്റെ 3 കമന്റ് മുക്കി. അതോ എന്താ ഇങ്ങനെ മൂങ്ങുന്നതെന്ന് അറിയില്ല. ദൈവമേ, എന്തെങ്കിലും വരില്ല കേട്ടോ. സത്യമാണ്, അതാ തോന്നുന്നേ. അനിൽകുമാർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചത്തൻ കുമാർ. എന്താണ് പറയുന്നത്? മുടിയില്ലേ? മുടി ഞാൻ ഏട്ടപ്പം മുടി പുറകിലിടാൻ പറഞ്ഞു. ഞാൻ മുടി പുറകിലിട്ടു. നാളെ വേറൊരു ഫ്രണ്ട്സ് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ നമ്മള് ഒരാള് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ അവര് പറഞ്ഞു ചെയ്തിട്ട് ഞങ്ങൾക്ക് ദേഷ്യം വരും. അപ്പൊ പിന്നെ ആരും പറയണത് അങ്ങോട്ട് കേൾക്കാതെ നമ്മുടെ ഇഷ്ടത്തിൽ അങ്ങോട്ട് ഇരിക്കുന്നതല്ലേ നല്ലത്. കാറ്റ് വന്നു കള്ളനെ പോലെ. പാടിക്കോ. കാറ്റ് വന്നു കള്ളനെ പോലെ. ശിവകുമാർ. ഗിരീഷ് കുമാർ ഗുഡ് നൈറ്റ്. ഇപ്പോൾ കാണാൻ മുടി കാണാനാടാ, അടിപൊളി. താങ്ക് യു സനേട്ടാ. സനേട്ടാ. മുഹമ്മദ് ഹായ്. സതീഷ് കുമാർ. അപ്പൊ ശരിയെന്നാ പോട്ടെ. ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം. ഇനി എന്തോ പറയുന്നത് രാജ്? എനിക്കും അറിയില്ല രാജ്. രാജ് എനി സ്പെഷ്യൽ? രാജ് എനിക്ക് ടുഡേ ഡിന്നർ ഏതാ സ്പെഷ്യൽ? മുടി കട്ട് ചെയ്തു കളയും. മുടി കട്ട് ഒരു ഹായ് തരുമ്പോ പിന്നെന്താ ഹായ് ഏട്ടാ. എന്തൊരു ശബ്ദം, പേടിയാവുന്നു. ചില കാറ്റ് വന്ന് തഴുകുമ്പോൾ സംഗീതമാകാറുണ്ട്. അതെല്ലേ. ലോങ് ഹെയർ സ്റ്റൈൽ നൈസ്. താങ്ക് യു. ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. മുടി കട്ട് ചെയ്ത് കളഞ്ഞു. മുടി പുറകോട്ട് ഇടാതെ കണ്ടാൽ മതി എന്ത് കുട്ടി. അതെ. ഗണപതി സ്വാമിയെ. എപ്പോ ആമസോൺ ഫിൽപാക്കറ്റ് അവൈലബിൾ? എന്താ പറയണ? ആമസോൺ ഫിൽപാക്ക് എന്തത്? എന്തൊക്കെ ഒരു ഇതായിരിക്കില്ലേ. ആമസോൺ പോലത്തെ വേറൊരു ഫിൽപാക്കറ്റ് എന്തോ പറയുന്നത്. എന്താ പറയുന്നത്? എന്തോ പറയും. അതാണോ പറയുന്നത്? ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് സംഭവല്ലേ? കാമരാജ് ആയി പോവുകയാണോ? അതെ. വിജയ് ഹായ്. വീരകുമാർ വി. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. രാജ് ചോദിച്ചത് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും വ്യവസായ മേഖലയുണ്ടോ എന്നാണ്. ഇവിടെ ഒരു മേഖല ഇല്ല രാജ്. ഇപ്പോ ഗുഡ് മോർണിംഗ് ഒന്നും ഇങ്ങോട്ട് കാണുന്നില്ല. ആ ടോൺ കൊട്ടാൻ നിന്ന് രാവിലെ എണീക്കുന്നത്. ആ ടോൺ കേട്ടിരുന്നു എന്ന് രാവിലെ എണീക്കുന്നത് ആണോ? അയ്യോ എനിക്ക് വയ്യ. ഇനി ഇടാട്ടോ. കുശുംബി.
കാര്യം പറഞ്ഞാണ് കേട്ടാ. വെജ് റൈസ് വിത്ത് കറി. ഓ സൂപ്പർ സൂപ്പർ റൈസ്. അച്ചു അച്ചു എന്താണ് സ്പെഷ്യൽ പറയും. അച്ഛൻ്റെ വീട്ടിൽ എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. പറയും ചക്കയും മാങ്ങയൊക്കെ കഴിഞ്ഞോ? സുഖാണോ? ഗുഡ് നൈറ്റ്. ശരി എന്നാ സോന ലവ് യു. ഞാൻ പോട്ടെ എന്നാ. വൈകുന്നേരത്ത് വരാം. സോറി, നാളെ ഉച്ചക്ക് വരാം. കുമരവേൽ ഹായ് ഹായ്. അമ്മടി ടാറ്റ ടാറ്റ. പോകുന്നു, ഞാനും പോകുന്നു. ഗുഡ് നൈറ്റ്. ഫുഡ് നേരത്തെ കഴിച്ചു. അനിതയ്ക്ക് സമയം കിട്ടുമോ? എന്തിനാട്ടാ ജെറിനേട്ടാ? ഫുഡൊക്കെ കഴിച്ചു. അവിടെ മഴയുണ്ടേട്ടാ. വേൽ മുരുകൻ ഹായ്. സോമനേട്ടാ, അനിതമ്മോ എന്താണ് പിന്നെ വിശേഷം? സുഖമാണോ? മഴയൊക്കെ ഉണ്ടായിട്ടാ? സുജിത്തേട്ടാ സൂപ്പർ നൈസ്. ഡിയർ ഫ്രണ്ട്സ് അശോക് ഹായ്. പളനിസ്വാമി ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. രമേശ് ഒന്നും കൂടി കഴിക്കോ? ഇല്ല ഏട്ടാ, അയ്യേ ഇനി കഴിക്കാൻ പറ്റില്ല ഏട്ടാ. കപ്പ വേവിച്ചത്, മത്തിക്കറി, പഴുത്ത മാങ്ങ കറി, തോരൻ ആയിരുന്നു ഇന്ന്. ഫോട്ടോ അയക്കാം. അയച്ചുകൂടി അയച്ചു വിടൂ. എന്നോട് നെയിം சொல்லவே ഇല്ല അനിത പാലക്കാട്. ഗണപതി സുന്ദർ ஹாய். எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? லைவ் எங்கிருந்து பார்த்துட்டு இருக்கிறீங்க? വിനോദ് ഗുഡ് നൈറ്റ്. പളനിസ്വാമി ഗുഡ് നൈറ്റ്. സൂപ്പർ ലൈവ്, താങ്ക് യു. ഇടയ്ക്കൊന്ന് പളനിസ്വാമി താങ്ക് യു കേട്ടോ. ഇടയ്ക്കൊന്ന് കരയണമേ, എങ്കിലേ പുഞ്ചിരിക്കാൻ എത്ര വിലയുണ്ടെന്നറിയോ. ഇടയ്ക്ക് നഷ്ടം എന്തെന്നറിയണം, എങ്കിലേ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകൂ. അല്ലെങ്കിൽ സ്നേഹിക്കുക. ഒരു 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 ഇതിൽ ഒരുപാടുണ്ടല്ലോ, മനസ്സിലാക്കുക. ഒരു കാപഢ്യമായി മാറും. കാരണം കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യനില്ല. അത് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നതും ജീവിതമാകുന്നതും. ഒത്തിരി സ്നേഹത്തോടെ. ശുഭരാത്രി, ശുഭനിദ്ര. അനുക്കുട്ടി. ഓക്കെ, താങ്ക് യു. അടിപൊളി മെസ്സേജ് രാജേട്ടാ. ജയേട്ടാ, സോറി രാജേട്ടനല്ല, ജയേട്ടാ. വെൻ യു ആർ പ്ലാനിങ് ടു വിസിറ്റ് മുംബൈ, മഹാരാഷ്ട്ര? ഇപ്പൊ ഇല്ല, ഇനി നോക്കാം. നവീൻ കുമാർ ഹായ്. പളനിസ്വാമി ഗുഡ്, വെരി ഗുഡ്. എൻ്റെ പ്രൊഫൈൽ ഒന്ന് വായിക്കാമോ? പ്രൊഫൈല് വായിക്കാൻ എന്തിരിക്കുന്നു? അതെന്തോ പേരാണ് കേട്ടോ. മുനിയൂർ എന്തോ ഒന്ന് കേട്ടാ. പേരൊന്നും മലയാളത്തിൽ എഴുതി വിട്ടാ ഞാൻ വായിക്കാമായിരുന്നു. സുമേഷ് ചേട്ടൻ. ഓക്കെ, അതിനൊക്കെ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് തന്നെ. സന്തോഷ സൗഹൃദങ്ങളെ തലോടുന്ന ഹൃദയത്തെ ചേർത്ത് പിടിച്ചോട്ടെ. ഓക്കെ സന്തോഷ് ഏട്ടാ. രാജൻ ഹായ് ഫ്രണ്ട്. നവീൻ കുമാർ ഹായ്. ശരൺ. ബിനിഷേട്ടൻ വലാതിരിക്കുന്നു. വെൻ യു ആർ പ്ലാനിങ് ടു വിസിറ്റ് മുംബൈ, മഹാരാഷ്ട്ര? വേൽ മുരുകൻ. രാധേട്ടൻ ടാറ്റ പറയുന്നു. ജഗദീഷ് ഹായ്. എന്താ പറയുന്നത് ഇപ്പൊ രാജ്? അവിടെ വന്നിട്ട് ഭയങ്കര ചെലവല്ലേ പറ? മഹാരാഷ്ട്രയിലൊക്കെ വന്നു കഴിഞ്ഞാ ചെലവ് എന്ത് ചെയ്യും? തമിഴ് ഗുഡ് നൈറ്റ്. ഒരു 10-25,000 രൂപയൊക്കെ കയ്യിൽ വെക്കേണ്ടി വരില്ലേ അവിടെ വന്നിരിക്കുകയാണെങ്കിൽ? ക്ലൈമറ്റ് മൂന്നാറ്. ക്ലിറ്റേഴ്സ് മുന്നൂർ. ഓക്കെ ഏട്ടാ. കല ഹായ്.
ക്ലിറ്റേഴ്സ് പറഞ്ഞ പേരാണ് കേട്ടാ. ക്ലിറ്റേഴ്സ് മുന്നിയൂർ പഠിച്ചു വായിക്കാം. അനിത ഈസ് ലൈവ് ഓൺ ടെലിവിഷൻ. ടെലിവിഷനോ? യുവർ ലാംഗ്വേജ് സ്പീച്ച് സൂപ്പർ. താങ്ക് യു മുരുകേശൻ. 25,000 രൂപ എന്തിനാണ്? മുംബൈക്ക് വാങ്ങാൻ പോവാണ്. മുംബൈ വാങ്ങാൻ പോകണം. അതാ ഇവിടുന്ന് ട്രെയിനിൽ പോണ്ടേ? ട്രെയിനിൽ എന്തായാലും എത്ര ദിവസം രാജ്? ഇവിടുന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞു പറഞ്ഞാൽ എത്ര ദിവസം ഇരിക്കണം മുംബൈയിലേക്ക്? ഒരു 3 ദിവസമൊക്കെ ഇരിക്കേണ്ടി വരില്ലേ ദാമോദരൻ? അപ്പൊ പോകുമ്പോ ഫുഡൊക്കെ വാങ്ങിക്കണ്ടേ? 3 ദിവസത്തിനുള്ള ഫുഡ്, ട്രെയിൻ ടിക്കറ്റ്. 5 പേരില്ലേ? അപ്പൊ 25,000 രൂപ പോരാ, മതിയാവില്ല അച്ചോ. നാളെ എഴുതി പഠിച്ചാൽ മതി. അതെ, കമ്മിങ് ഇൻ ദ ഫെസ്റ്റിവലാ, ഗണേഷ് ഫെസ്റ്റിവൽ. നാളെ എഴുതി പഠിച്ചാൽ മതി. അതെ അതെ. തിരുച്ചെന്തൂർ വന്നിരിക്കீங்களா? இல்லப்பா கணபதி வரலைங்க. തിരുച്ചെന്തൂർ வரலைங்க. ഒരു ഡേ മതി മുംബൈ. ഒരു ഡേയാ? ട്രെയിനിൽ പോവാനാ? ഫ്ലൈറ്റിലായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഫ്ലൈറ്റിലൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അനിത യെസ് ക്രീം സ്മാർട്ട് TV. അതെ, ടി വി കേട് വന്നിരിക്കില്ല രാജ്. കുട്ടികൾ ബോള് കളിച്ച് TV ഒക്കെ കേട് വന്നിരിക്കല്ലേതാ. TV അങ്ങനെ തന്നെ ഉണ്ട്, വെറുതെ വെച്ചിരിക്കുക. കേബിളൊക്കെ ഉണ്ട്, കേബിളൊന്നും ഇപ്പൊ ഇടുന്നില്ല. വന്നാ പറയും TV കേട് വന്നിരിക്കുകയാണ്. കണ്ടിപ്പാ വാങ്ങ. അയം തിരുച്ചെന്തൂർ. ഓക്കെ, ഹൗ ആർ യു ഡിയർ? ഫൈൻ. ഞാൻ പോകുന്നതല്ല, മുംബൈ ഇടയ്ക്ക് പോയതാണ്. ഫ്ലൈറ്റിലാണോ പോയത്? ഞാൻ പോകുന്നതല്ലേ മുംബൈക്ക് ഇടയ്ക്ക്. അതന്നെ, ഓട്ടോയിൽ പോയാൽ മതി. മുംബൈയിലേക്ക് ഓട്ടോ ഇല്ല. അയ്യോ പൊട്ട് വരും. ചന്ദ്രൻ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കേട്ടോ. സുരേഷ് ഏട്ടാ ഹായ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, ബൈ. ട്രെയിൻ ബോർ ഫ്ലൈറ്റ് വിൽ അറേഞ്ച് യുവർ ടൂർ ഇൻ മഹാരാഷ്ട്ര. രാജ അറേഞ്ച് ചെയ്യാന്ന് പറയുന്നു ഫ്ലൈറ്റ് 5 പേർക്ക്. എന്തിനാ രാജ് അത്രയും കഷ്ടപ്പാണ്? വീട് രാജ്, എന്തെങ്കിലും വരാം കേട്ടോ. അന്നമ്മോ, ഈ വരുന്ന വെള്ളിയാഴ്ച ഏറാനാടിന്റെ ഈ കൊല്ലത്തെ അവസാന പൂരമാണ്. കളിയാട്ടൻ കാവിലെ വേല സൂപ്പറാണ് കേട്ടോ. അതേല്ലേ രാധേട്ടാ, നീ ഊണ് കഴിച്ചോടാന്നൊക്കെ ചോദിക്കുന്ന ബിനോയ് ഏട്ടാ. കഴിച്ചു കേട്ടാ. അന്നതാ സാപ്പിട്ട. ഓ സാപ്പിട്ട വിനോദ് കുമാർ. ഇവിടെ നിന്ന് ഉച്ചക്ക് കേറിയാൽ നാളെ വൈകിട്ട് എത്തും ട്രെയിൻ അല്ലേ? ഇവിടെ നിന്ന് ഉച്ചക്ക് കേറിയാൽ നാളെ വൈകുന്നേരത്ത് എത്തും. ഓക്കെ, ഉച്ചക്ക് കയറിയാ. അപ്പൊ രാവിലെ കേറിയാലോ വൈകുന്നേരത്ത് എത്തും. നോക്ക് ഇതില്ല. ബേബി പാലക്കാട്. കം വിത്ത് ഫാമിലി. ഓക്കെ രാജ്, ഓക്കെ, ബുക്ക് ചെയ്യൂ രാജ്, ഞാൻ വരാം. ഹായ്, യു ഗോയിങ് ടു നോ കമന്റ്. ബേബി ഗുഡ് നൈറ്റ് ബേബി. ഓക്കെ, മൈക്കുട്ടൻ ഹായ് സുന്ദരി. ഭക്ഷണം കഴിച്ചു? ഹായ്. JP ഏട്ടാ ഹായ്, ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടാ. സുരേഷൻ ഹായ്. അനിത ഹായ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ? ഞാനപ്പോ പോകുന്നു കേട്ടോ. ഞാൻ ഒരുപാട് സമയമായോ ഇരിക്കാൻ തുടങ്ങിയിട്ട്? 55 മിനിറ്റ് ആയി. ഓ ശരിയെന്നാ, നാളെ ഉച്ചക്ക് വരാം. സുരേഷൻ ഏട്ടാ ഹായ്. അനിത தூங்கிட்டு இருக்கிறாங்க. கணபதி ஒர்க் பண்றாங்க, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറയും. സർവീസ് ഹായ്. 1 മണിക്കൂർ. എന്നാണ് മുംബൈക്ക് പോകുന്നത്? മുംബൈ ചെന്ന് കഴിഞ്ഞാൽ ലൈവ് ഉണ്ടാകുമോ? പിന്നെന്താ,
അവിടെ പോയ പിന്നെ ലൈവായിരിക്കും അല്ല, ഞാൻ മുമ്പിൽ കാണത്തരുന്ന അറിയപ്പേരുണ്ടാവില്ലേ. അതുകൊണ്ട് ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഒക്കെ ഇടും ചേർന്നിട്ടാ. അവിടെ പോയ ലൈവ്, ഫുഡ് കഴിക്കുമ്പോ ലൈവ്, പിന്നെ വെളിയിൽ ഔട്ടിങ് പോകുമ്പോ ലൈവ്. മുംബൈയും ഫുള്ളായിട്ട് കാണിച്ചിട്ടേ ഉള്ളൂ. പിന്നത്തെ കാര്യം തീരെ പാലക്കാട് മഴ എങ്ങോട്ടുണ്ട്? ഞാൻ മഴയും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു ഗണപതി. ഗുഡ് നൈറ്റ്, വെൽക്കം ടു ദുബായ് വർക്ക്. ഐ എം ഫ്രം ശ്രീലങ്ക. സാപ്പിടു യുവർ വാട്സപ്പ്. എന്താ പറയുന്നത് ദൈവമേ? കുറെ ദിവസത്തിന് ശേഷം 1 മണിക്കൂർ. അതെ അതെ, അപ്പൊ ശരി, അപ്പുറം പാക്കല. ഓക്കെ അയച്ചു. കുറച്ചു കഴിഞ്ഞ് പോയാൽ പോരെ ഏട്ടാ? ഇപ്പൊ തന്നെ 1 മണിക്കൂറായി. ട്രെയിനിലും ലൈവ് തന്നെ. അതന്നെ, ട്രെയിനിൽ കയറിയാലും ലൈവ് തന്നെ. അജിത് കുമാർ ഹായ്. ഉച്ചക്ക് വരൂ, നേരെ ചോറ് കഴിച്ചു വന്നാൽ മതി മുത്തേ. ഓക്കെ. മുകുന്ദ ഏട്ടാ, മനുക്കുട്ട ഏട്ടാ, ഓക്കെ വരാട്ടോ. எங்க இருப்பாங்க அஜித் குமார்? நான் வந்து இங்க வீட்டுலதான் இருக்கிறேன். ശരി എന്നാ. ലൈവ് ഫിനിഷിങ് ടൈം. അതെ ഫിനിഷ് ആയി പള്ളിസ്വാമി. ഗുഡ് നൈറ്റ്. ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്നു കേട്ടാ. ഗണപതി വന്താ ആങ്ക. ഓക്കെ ഓക്കെ ഗണപതി. ഓക്കെ ഗണപതി സുന്ദർ. ടാറ്റ. சாப்பிட்டீங்க அஜித் குமார். தமிழ் அக்கா சாப்பிட்டீங்க. மாசா விஜய். രാജ് മുംബൈയിലെ തീഫ് ആണെന്ന് തോന്നുന്നു. തീഫാണെന്ന് അത് പറഞ്ഞ മുകുന്ദേട്ട. സുമിത്ര ചേച്ചി വിളിക്കുന്നു. ഓക്കെ ടാറ്റാട്ടോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നാളെ ഉച്ചയ്ക്ക് വരാട്ടോ.